ഡോക്ടർ ഇസ്മായിൽ മിസിരിയായിരുന്നു അന്ന് നമുക്ക് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകാനുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹവും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ കമ്മിറ്റി ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തു വരുന്നത് അതായത് സൗത്ത് ഇതിപ്പോൾ നമ്മുടെ വരുന്നത് സൗത്ത് സോണിലാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് വരുന്നത്. അതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള റാസിഖ് അദ്ദേഹം അതുമായിട്ട് കമ്മിറ്റി ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് കമ്മിറ്റി ഫോം ചെയ്യും. അതിനുശേഷം ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ നോർത്ത് സോൺ കോർഡിനേറ്റർമാരും അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കന്മാരും ഒക്കെ സംസാരിക്കും. കമ്മിറ്റി രൂപീകരണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് സൗത്ത് കോർഡിനേറ്ററായിട്ടുള്ള റാസിഖിനെ ഗുഡ് മോർണിംഗ്. ഹാപ്പിയില്ല പറയാനായിട്ട് വേണ്ടി വരാൻ പറ്റില്ല, എന്നാലും സന്തോഷമുണ്ട് വന്നതിൽ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റി ഭാര്യകളും സി സാഹിബും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റിലും പിന്നെ കമ്മിറ്റി രൂപീകരിച്ച് വരുന്ന കുറച്ച് ലേറ്റായി പോയി നമ്മളിവിടെ രൂപീകരിക്കാൻ ഓരോ സെൻറ്ററിൽ കഴിയാൻ വേണ്ടി. പിന്നെ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് കാരണം നിങ്ങൾക്കറിയില്ല മൊത്തത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ ലേറ്റായി പോയി. അപ്പോൾ ഓരോ സെൻറ്ററിലും മാനേജർ ഉണ്ടാക്കി കോതി ഉണ്ടാക്കി അടുത്ത ഘട്ടമായിട്ട് ഇവളാണ് ഇത്രയും നാൾ നമ്മളെ പിന്നെ ആശീർക്ക തുടക്കം മുതൽ ആക്റ്റീവായിട്ടും പരക്കം പാഞ്ഞിട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണിത്. അതേപോലെ തന്നെ നമുക്ക് ഇനിയും അത് തുടർന്ന് കൊണ്ടുപോകണം. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ആരും ഏൽക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് സ്പ്രിഡ്, അതാണല്ലോ കമ്മിറ്റിൻ്റെ. അപ്പോൾ നെയിൽ കമ്മിറ്റി പ്രകാരമുള്ള ഫോം ചെയ്തത് പ്രകാരം നമുക്കൊരു സ്ട്രക്ചർ അവർ തന്നിട്ടുണ്ട്. ആ സ്ട്രക്ചർ പ്രകാരം നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ സ്ട്രക്ചർ ഒന്നിവിടെ വായിക്കാം. അത് ഫസ്റ്റ് ചെയർമാനാണ്, അതേമാതിരി രണ്ടാമത് വൈസ് ചെയർമാൻ ഒരാളുണ്ടാവും, യൂണിറ്റ് കോർഡിനേറ്റർ ആയിട്ട് ഒരാൾ ഉണ്ടാവും, പിന്നെ യൂണിറ്റ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ വേറൊരാളുണ്ടാവും, പിന്നെ ടീം ലീഡേഴ്സ് 2 to 4 2 മുതൽ 4 വരെ ആവാം ടീം ലീഡേഴ്സ്. അതേപോലെ ട്രഷറർ ഒരു പേരുണ്ടാവും, ഒരാൾ. ഏഴാമത്തത് യൂണിറ്റ് ഫോട്ടോഗ്രാഫർ ഒരാൾ, നല്ലൊരു ഫോട്ടോഗ്രാഫർ നമുക്ക് യൂണിറ്റ് മൊത്തത്തിൽ എല്ലായിടത്തേക്കും നമുക്കിതൊന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിറ്റ് ഫോട്ടോഗ്രാഫർ ഒരാൾ. മീഡിയ പബ്ലിഷറായിട്ട് ഒരാൾ കൂടി അതിൻ്റെ കൂടെ വേണം. മീഡിയകൾക്ക് മാക്സിമം നമ്മളെ എക്സസൈസ് നമ്മളെ സൗഹൃദം ഒക്കെ മൊത്തത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആൾ. പിന്നെ ട്രേഡേഴ്സ് ചുരുങ്ങിയത് 4 പേരെങ്കിൽ വേണം. 1 മുതൽ 10 വരെ ആവാം. അതിൽ ചുരുങ്ങിയത് 4 or 5 പേര് നമ്മൾ ട്രെയിനർമാരായിട്ട് അവിടെ എപ്പോഴും നമ്മൾ റെഡി ആയിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒരു 11 പേര്, 2 മുതൽ 10 വരെ മാക്സിമം ആണെങ്കിൽ 10 വരെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടാവും. ഇതാണ് നമ്മളെ ഈ സ്ട്രക്ചർ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാനിവിടെ ഓരോരുത്തരുടെ പേര് വായിക്കാൻ ഞങ്ങൾ ഏകദേശം കണ്ടുവെച്ചതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ദിവസം മുന്നേ ഞങ്ങൾ ശരിയാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വായിക്കുന്ന അനുസരിച്ച് ഓരോരുത്തരുടെ പേര് പറയാം. പെട്ടെന്ന് 5 മിനിറ്റോടെ നമുക്ക് പിരിയാം. അതിനുശേഷം ആശംസകളുണ്ടാവും. പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാം. പെട്ടെന്ന് എഴുതി വെക്കണം. ചെയർമാൻ ഞാൻ വായിക്കാനേ വന്നിട്ടുണ്ട്. ഞാനൊരു കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ പരിപാടി. വൈസ് ചെയർമാൻ കെ അസംഗോ സാഹിബ്, സെൻട്രൽ കോർഡിനേറ്റർ ആയിട്ട് ആസിഖ് സെൻട്രൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംസുദ്ദീൻ, ടീം ലീഡേഴ്സ് നമ്പർ 1 സാലു, മൂന്നാമത് ഫൈസൽ, ടീം ലീഡർ ഫൈസൽ. നാലാമത് മുസ്തഫ ക്യാം, ട്രഷറായിട്ട് നമുക്ക് ഏവർക്കും പരിചയമുള്ള EV അബ്ദുള്ള സാഹിബ്. സെൻട്രൽ ഫോട്ടോഗ്രാഫർ അഷ്റഫ് അയ്യപ്പ. മീഡിയ ഇൻചാർജ് ഉമ്മർ കുനിയൽ ട്രെയിനേഴ്സ് 5 പേരുണ്ട്. ട്രെയിനേഴ്സ് ഒന്ന് ഉമ്മർ കറാനി, മൻസൂർ, 3 അബ്ദുറഹ്മാൻ വന്നിട്ടില്ല. 4 നജാം, 4 അഷ്റഫ്, അംബാസഡർ
ഇതിൽ അംബാസഡർ അംബാസഡർ ഇല്ല പുറത്തു പോയതല്ലേ വിദേശ പരിപാടി അംബാസഡർ ഇല്ല അത് അയാളെ വിളിക്കുന്ന പേരാണ് അയാളെ പേര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് നൗഷേർ ഓക്കെ താമരശ്ശേരി മുഹമ്മദ് കോയക്കനെ വിളിച്ചില്ലല്ലോ ട്രെയിനർ മുഹമ്മദ് ഉമ്മർ കരാനി മൻസൂർ അബ്ദുറഹ്മാൻ നജാം മുഹമ്മദ് കോയക്കുണ്ട് അബ്ദുള്ള കോയക്ക എന്താ പറ്റിയ ചേർക്കണം കേട്ടോ അബ്ദുള്ള കോയക്ക മുഹമ്മദ് കോയക്കന്റെ പേര് മുഹമ്മദ് കോയക്കല്ല എന്നാരും കയ്യിലുണ്ടോ ഓക്കെ എഞ്ചിനീയർ സബീർ ഇഹ്സാൻ മാധവേട്ടൻ ഫിറോസ് ഉണ്ടോ ഏത് പുതിയങ്ങാടി ഫിറോസാ ബച്ചോ ബച്ചു വരാ സുനിൽ മനത്തെ നമ്മളെ പാട്ടുകാരൻ കുട്ടിക്ക് മെസ്സേജ് കുട്ടിക്ക് ഉസ്മാനാജി ഇളനീർ നൗഷാദ് ലാസ്റ്റ് നൗഷാദ് ഇനി ഓരോരുത്തരുടെ പേര് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ മായി ബന്ധപ്പെട്ടിട്ട് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും ആ ലിസ്റ്റ് നമ്മളിവിടെ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ റാസിക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പം എല്ലാവിധമായി മാനേജ് ചെയ്യാൻ കഴിവുള്ള പ്രശാന്തേട്ടൻ നമുക്ക് ചെയർമാനായി ഇരിക്കുമെന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. അതോടൊപ്പം ഓരോ ആളുകളും ഞാൻ ആരെയും ഈ പേരെടുത്ത് പറയുന്നില്ല, ഈ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് കോഴിക്കോട് സോൺ 4ന്റെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്.